ഹായ് ഓൾ, ഇന്ന് നമ്മൾ തായ്ലൻഡിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. തായ്ലൻഡ് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നല്ല വൃത്തിയാണ്, ആൾക്കാർക്ക് നല്ല വൃത്തിയാണ്, ആ സ്ഥലം മൊത്തത്തിൽ നല്ല വൃത്തിയാണ്. എവിടെ ഒരു വൃത്തികേടൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സഫാരി പാർക്കിലേക്കാണ്. സഫാരി പാർക്കിലാണെങ്കിൽ ഭയങ്കര രസമാണ്. കടുവയും പുലിയും കരടിയൊക്കെ ഇങ്ങനെ കൂളായിട്ട് ചുറ്റിപ്പറ്റി നടക്കും. നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, നമ്മളെ കടിച്ചുകൊണ്ട് പോകും. പക്ഷേ അല്ലാത്ത പക്ഷേ നമ്മളതിനെ നോക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. കരടിയൊക്കെ അച്ചുട കണ്ണാ എന്നൊക്കെ പറയാൻ തോന്നും. അതുപോലെയാണ് ഉറങ്ങി എണീക്കുന്നതൊക്കെ കാണാൻ. ആ സഫാരി പാർക്ക് മൊത്തം ഇങ്ങനെ ബേർഡ്സൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് അവിടെ നിന്ന് പറന്നു പോകില്ല, തിരിച്ചവിടെ തന്നെ വരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇത് പിന്നീട് നമ്മൾ കാണാൻ പോയത് സഫാരി വേൾഡിലെ ഒറാങ്ങുട്ടനെയാണ്. ഇതിന് ഫേമസ് ആയിട്ടുള്ള ഒറാങ്ങുട്ടനാണ്. എല്ലാ ഇൻസ്റ്റാ റീൽസിലൊക്കെ എല്ലാവരും കാണുന്നതാണ്. എല്ലാവരും കെട്ടിപ്പിടിക്കുകയും ഉമ്മൊക്കെ ചെയ്യുന്ന ആ ഒറാങ്ങുട്ടൻ. അവൻ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഭയങ്കര ഹൈലി ട്രെയിൻഡാണ്. ബോക്സിങ്ങും റെസ്ലിങ്ങും ഒക്കെ ചെയ്യും. അവൻ കാണിക്കാത്ത പരിപാടിയില്ല അവിടെ. നല്ലൊരു ക്യൂട്ട് ഒറാങ്ങുട്ടനാണ്. അവൻ മാത്രമല്ല, വേറെ കുറച്ച് ഒറാങ്ങുട്ടൻസും ഉണ്ട് ആ കൂട്ടത്തിൽ. അവനാണ് അവിടുത്തെ ലീഡ് റോൾ എന്ന് വേണമെങ്കിൽ പറയാം, മെയിൻ ലീഡ്. അവർ തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പം കാണിക്കുന്നത്. നല്ല രസമാണ്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്. നന്നായിട്ടാണ് അവർ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഈ സഫാരി വേൾഡിൽ, തായ്ലൻഡിലെ സഫാരി വേൾഡിൽ ഈ ഒറാങ്ങുട്ടൻ മാത്രമല്ല, സീലിൻ്റെ ഷോ ഉണ്ട്, പെൻഗ്വിൻ ഷോസ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ഫൈറ്റൊക്കെ നടത്തുന്നുണ്ട്. നല്ല രസമാണ്. അത് പിന്നെ ഉള്ള സീനുകളിൽ വരുന്നുണ്ട്. ഒറാങ്ങുട്ടൻ്റെ വരുമ്പോഴാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു കുറേ നേരത്തേക്ക് ഉണ്ടാവും. അത് നല്ല രസമാണ്, നമ്മൾ സമയം പോകുന്ന അറിയില്ല. ഇത് പെൻഗ്വിൻ്റെ ഷോയാണ്. ഇതും ആ പറഞ്ഞ പോലെ തന്നെയാണ്. പെൻഗ്വിൻസൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ബോൾ എടുത്തുകൊണ്ട് വരിക, ഉമ്മ കൊടുക്കുക, വട്ടത്തിൽ കറക്കുക, അങ്ങനെയുള്ള എന്തൊക്കെയോ പരിപാടികൾ ആ പെൻഗ്വിൻസ് ചെയ്യും. ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ചെല്ലുമ്പോഴും അവർക്ക് ഓരോ ഗിഫ്റ്റ്, ഓരോ ചെയ്തതിൻ്റെ ഒരു ഇതുപോലെ അവരൊരു മീൻ എടുത്ത് കൊടുക്കും ആ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ. അതാണ് ആ കാണുന്നത്. ഭയങ്കര ക്യൂട്ട് പെൻഗ്വിൻസാണ്. ഈ പരിപാടിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് പെൻഗ്വിൻസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. എല്ലാത്തിനും 100 ബാത്താണ് കേട്ടോ. ഇവിടെ പൈസ കൊടുക്കാതെ ഒരു പരിപാടിയില്ല. ഫോട്ടോയ്ക്ക് വേറെ പൈസ, എൻട്രി ഫീസ് വേറെ, ഇത് കാണാനിരിക്കുന്നതിന് വേറെ ഫീ, അങ്ങനെയാണ്. പക്ഷേ നല്ല വർത്താണ്. നമുക്ക് പോയാൽ ഭയങ്കര സന്തോഷം തോന്നും. അതുപോലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ സഫാരി വേൾഡ് ഫുള്ളായിട്ടുള്ളത്. പെൻഗ്വിൻസിനെ കാണുന്നതിൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ പെൻഗ്വിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര ഹ്യൂമിഡാണ്. നമുക്കിങ്ങനെ വിയർത്ത് ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോൾ. ഭയങ്കര ചൂട് സമയത്താണെന്ന് തോന്നുന്നു നമ്മളവിടെ ചെന്നത്. പക്ഷേ ഇതിനെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ചൂടറിയില്ല. പക്ഷേ എങ്കിൽ പോലും പിന്നെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ എനിക്ക് തോന്നിയില്ല. അതിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഷോയിലേക്ക് വേഗം അങ്ങ് പോയത്. ഈ സഫാരി വേൾഡിൽ മറ്റൊരു ഷോ ആണ് സീലിൻ്റെ ഷോ. ഈ പെൻഗ്വിൻസിനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ സീൽസിനെ അവർ ഇതുപോലെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ കാണിക്കും. നല്ല രസമാണ്. എന്നിട്ട് ഇതുപോലെ പെൻഗ്വിൻസുമായിട്ട് ഇങ്ങനെ ചുറ്റുന്നതൊക്കെ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ കണ്ടിടത്തൊരു അത്ഭുത കാഴ്ചയാണിത്. നമ്മൾ ഈ ഹോളിവുഡ് ഫിലിമിലൊക്കെ കാണുന്ന അതേ സീൻസൊക്കെ അവരൊരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പെൺകുട്ടിയെ ഒരു കള്ളന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ പോലീസുകാരെ അവരെ രക്ഷിക്കാൻ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. അതിനെ അവരൊരു നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്കിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം. ഇവിടെയാണെങ്കിൽ പക്ഷേ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബോംബുണ്ട്, തോക്കുണ്ട്, ബോട്ടുണ്ട് എന്ന് വേണ്ട. നമ്മൾ ഈ ഒരു സ്റ്റൺ ഫിലിമിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ എല്ലാ സാധനങ്ങളും അവരിതിൽ നമ്മളെ കാണിക്കും. എനിക്കൊക്കെ ശരിക്കും പേടിയായിപ്പോയി, ബോംബൊക്കെ പൊട്ടിത്തെറിച്ചെൻ്റെ ദേഹത്തോട്ടൊക്കെ വീഴുമെന്ന്. അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഭയങ്കര രസമാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഈ ഒരു കാര്യം. നമ്മൾ നമ്മൾ ഈ ടി വിയിലും മൂവീസിലൊക്കെ കാണുന്ന കാര്യങ്ങൾ നേരിട്ട് ഇങ്ങനെ കാണുക എന്നുള്ളതല്ലാണല്ലോ. ആ ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ആ വെള്ളത്തിലേക്കൊക്കെ ഒത്തിരി ഹൈറ്റിൽ നിന്നൊക്കെ എടുത്ത് ചാടും. അതൊക്കെ ഭയങ്കര രസമാണ്. ഈ റോപ്പിലൊക്കെ വന്ന് ആൾക്കാരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ ഓഡിയൻസിന് അടുത്തോട്ടൊക്കെ ഓടി വരും തോക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പേടിയാവും.
കണ്ടിട്ടുണ്ട് ഒരാൾ തൂങ്ങിക്കിടക്കുന്നുണ്ടോ, അയാളെയൊക്കെ കൊന്നൊക്കെ ഇട്ടിരിക്കുന്ന പോലെയൊക്കെയാണ് അവർ അഭിനയിക്കുന്നത്. ശരിക്കും നമുക്കൊരു സംശയം തോന്നും അയാൾ ശരിക്കും ചത്തോ, അങ്ങനെ തോന്നും. അങ്ങനെയുള്ളൊരു ഭയങ്കര ഗംഭീര പെർഫോമൻസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ് കാഴ്ച കാണാൻ. അതൊക്കെ സഫാരി വേൾഡിലുള്ള ഓരോരോ പ്രോഗ്രാംസാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ജിറാഫിനെ കാണാനാണ്. ഇവിടെ കുറേ ജിറാഫുകളുണ്ടാവും, സീബ്ര ഉണ്ട്. ജിറാഫും സീബ്രയും കൂടെയാണ് ഉള്ളൊരു സ്ഥലമാണ്, അതിനുള്ളിൽ തന്നെയാണ്. പക്ഷെ നമുക്കിത് ജിറാഫിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇതിങ്ങളിങ്ങനെ അടുത്ത് വന്നൊക്കെ നിൽക്കും. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇതിങ്ങനെ എൻ്റെ മൊബൈൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല, ഇത് കടിച്ചുകൊണ്ട് പോവോ, അത് ഇനി തട്ടിക്കളയുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു, കടിക്കുവോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. കാരണം ഇത്ര അടുത്ത് ഞാൻ ഒരു ജിറാഫിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ സൂവിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനിങ്ങനെ തൊടാൻ പറ്റുന്നതും ഇതിങ്ങനെ സെൽഫി എടുക്കാനൊക്കെ വന്ന് പോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ഭയങ്കര പാവം പിടിച്ച ജിറാഫുകളാണ് കേട്ടോ, നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതും ഇതുപോലെയാണ്. ഇതിന് കൊടുക്കാനുള്ള ക്യാരറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അവിടുത്തെ കടയിൽ വെച്ചിട്ടുണ്ടാവും. നമ്മളത് ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങണം, വാങ്ങിയിട്ട് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യണം. ഇതിൽ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിലൊരു വലിയ ജിറാഫുണ്ട്, ആ കാണുന്നവനില്ലേ, അവനാണ് ഇവിടുത്തെ മൊത്തം ക്യാരറ്റ്സും തിന്നു തീർക്കുന്നത്. ബാക്കി അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു മണ്ണുണ്ണി, അവനെ ഒന്നും കിട്ടലേ ഇല്ല. എല്ലാം വലിയ ജിറാഫ് ഇങ്ങനെ തീർത്തോണ്ടിരിക്കും. ഇനി എന്താ പറയുക, ആഭാഷ്യത്തിൽ മൊത്തം സ്പേസും അവൻ യൂസ് ചെയ്യുന്നെന്ന് കേട്ടിട്ടല്ലേ ഉള്ളു. അങ്ങനെയുള്ള ഒരവസ്ഥയാണത്. വേറെ ഒന്നും കൊടുക്കാനും അവൻ സമ്മതിക്കില്ല. ആരെങ്കിലും കയ്യിലുണ്ടെങ്കിലും അവനത് കട്ടുകൊണ്ട് പോവുകയും ചെയ്യും. ആ ഒരു ബഹളാണത്. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവനിട്ട് വേണം പൊട്ടിക്കാൻ തോന്നി കേട്ടോ. ബാക്കി അതിനടുത്തൊരു പാവം പിടിച്ച് ജിറാഫ് കുഞ്ഞ് നിന്നിട്ട് അതിനൊന്നും കൊടുക്കാതെ ഇത് മൊത്തം അടിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ ചെറിയൊരു ദേഷ്യം തോന്നാതിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി പാവം, ആകെ നമ്മൾ കൊടുക്കുന്ന ഈ സ്റ്റിക്കിൽ കുത്തിയ ഒരു ചെറിയ കഷ്ണം ഇവിടെ എത്താനാണ്, ഇത്രയും കഴുത്ത് വരെ നിറയ്ക്കണ്ടേ അവന് ഫുഡ്. അതൊക്കെ ഓർത്തപ്പോൾ വിചാരിച്ചു ആ പോട്ട് അവൻ കഴിച്ചോട്ടെന്ന് വിചാരിച്ചു. വിശപ്പല്ലേ, വിശപ്പുണ്ടായിരിക്കുമല്ലോ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ നോക്കിയാൽ ആ കുഞ്ഞു ജിറാഫിന് എന്തെങ്കിലും ഒന്ന് വായി കിട്ടാം. പക്ഷെ മറ്റൊരു തരത്തിൽ സമ്മതിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും മാറി തിരിഞ്ഞുമൊക്കെ നോക്കി. പിന്നെ മറ്റൊന്നും ഗീവപ്പ് പോലായി, തിരിച്ചങ്ങ് പോവാന്ന് വിചാരിച്ച് തളർന്നെന്ന് തോന്നുന്നു പാവം. പിന്നെ അങ്കിള് നമ്മുടെ കൂടെ വന്ന അങ്കിളാണത്. അങ്കിള് പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മറ്റവനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഒന്ന് മാറ്റി ഈ പാവം കുഞ്ഞിന് ഒരു കഷ്ണം വായി വെച്ച് കൊടുത്ത്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ അവിടുന്ന് പോയത് മ്യൂണിച്ച് ഗാർഡനിലേക്കാണ്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഗാർഡനാണ്. 300 ഏക്കേഴ്സോ 700 ഏക്കേഴ്സോ അങ്ങനെ എന്തോണ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അവിടുത്തെ ഒരു ലേഡിയാണ് ഈ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തത്. അവർ ഒരുപാട് രാജ്യങ്ങൾ കണ്ട് തിരിച്ചു വന്നിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാണ് ഉണ്ടായത്. ഇപ്പോൾ അവർ മരിച്ചു എന്നാണ് തോന്നുന്നത്, മരിച്ചുപോയി. ഇപ്പോൾ അവരുടെ ഫാമിലിയാണ് ഇത് ടേക്ക് കെയർ ചെയ്യുന്നത്. ഭയങ്കര നന്നായിട്ടാണ് ഈ ഗാർഡൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ് ഉണ്ട് അവിടെ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ തരം ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഭയങ്കര കൂളാണ്. ഒരു മഴ പെയ്ത് തോന്നുന്ന രീതിയിലാണ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് മഞ്ഞൊക്കെ വീഴുന്ന പോലെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമാണ്. അവിടുത്തെ ഓർക്കിഡിൻ്റെ കളക്ഷൻസാണ് ചുറ്റും കാണുന്നത്. ഫുൾ നമ്മളിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം വിരിഞ്ഞിങ്ങനെ നിൽക്കും. ഇത് ഞാനിങ്ങനെ ഓടി നടന്ന് എടുക്കുകയാണ്. എനിക്ക് ഈ വ്ളോഗിങ് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഈ ക്യാമറ സ്റ്റില്ലായിട്ട് വെച്ച് പോകണമെന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ തോന്നിയില്ല. പക്ഷേ പിന്നീട് വീഡിയോ നോക്കിയപ്പോഴാണ് ഫുൾ ഇങ്ങനെ ഷേക്കിംഗ് ആയിരുന്നു. സോറി ഫോർ ദാറ്റ്. ഇവിടെ വന്നൊരു 60 ബാത്ത് കൊടുത്തൊരു കോഫി വാങ്ങിയതാണ് ഗൈസ്. കോഫി വാങ്ങിയിട്ട് ഇപ്പം എനിക്കത് പൊട്ടിച്ച് കോഫി ആക്കാൻ അറിയത്തില്ല. ഇതാണ് അവസ്ഥ. ഇതാണ് കോഫി. ഇതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് പൊട്ടിക്കാന്നറിയില്ല. അതാണ് ഇപ്പോഴത്തെ ട്രാജഡി.
പൊട്ടിക്കാനും ഒരു കുഴലും ഷുഗറും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല ഹൗ ടു ഓപ്പൺ ദിസ് കോഫി ജാർ എന്ന് എനിക്കറിയില്ല. ഓ മൈ ഗോഡ്, അമിച്ച് ട്രൈ ചെയ്യാണ്. ഒരു കോഫി വാങ്ങിയെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ കോഫി ആക്കുമെന്ന് അറിയത്തില്ല. വാവ്, ഇതിനകത്തൊരു ഹോളുണ്ട്. ഹോളിനകത്തൂടെ സ്ട്രോ ഇട്ട് കുടിച്ചാൽ മതി ഗൈസ്. ഷുഗർ വേണോ? അമിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? അല്ലെങ്കിൽ പുറത്തു പോയാ ഷുഗർ വേണം. അതിന് എതി കൂടി ഇടും. പിന്നെ ഞങ്ങൾ അവിടുത്തെ എലിഫന്റ് ഷോയ്ക്കാണ് പോയത്. സത്യം പറഞ്ഞോണ്ടല്ലോ, ഈ ആനകൾക്കൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആനകൾ ഓടുന്നു, വട്ടം വട്ടം നാരങ്ങ കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, പെയിൻറ് ചെയ്യുന്നു ഒക്കെ ഞാൻ കണ്ടു. നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ ആനകൾക്കൊക്കെ നമ്മൾ ഈ ഒരു ഷോ കഴിഞ്ഞിട്ട് അവരെ ഇങ്ങനെ നിരത്തി നിർത്തി കഴിയുമ്പോൾ നമുക്ക് അതിനടുത്ത് ചെന്നിട്ട് അതിനെ തൊടാം, അതിൻ്റെ കൂടെ നിന്ന് പിക്ക് എടുക്കാം, അത് നമ്മളെ എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനെ എല്ലാ രീതിയിലും ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ആമിച്ചിൻ്റെ കയ്യിലൊരു 100 പാത്രം എന്തോ കൊടുത്തിട്ട് ആന എടുത്ത് വിട്ടു. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മളെ തൊടുകയും ആ തുമ്പിക്കൈ കൊണ്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. ഞാൻ പൈസ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തൊടാനായിട്ട് ചെന്നപ്പം അതെന്നെ ഇങ്ങനെ തിരിച്ച് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ വേവ് ചെയ്ത് ബൈ പറഞ്ഞിങ്ങനെ വിട്ടു. അങ്ങനെ ചമ്മി നാറി വന്നിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതേ നോക്ക്, വട്ടം വട്ടം നാരങ്ങയൊക്കെ കളിക്കുകയാണ്. ഭയങ്കര രസമാണ്. ഇത് വരച്ച പടമൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് വീട്ടിൽ പോയി കിണറ്റി ചാടാൻ തോന്നിയത്. അത്ര ഭീകരമായിട്ടാണ് ഞാൻ വരയ്ക്കാറ്. ഇതടുത്തൊരു ക്യൂട്ട് ആനയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ പിക്ക് എടുക്കാനായിട്ട് നിരന്ന് നിൽക്കുവാണ്. നമ്മൾ എന്തെങ്കിലും കൈമടക്ക് കൊടുത്താലേ അവർ സഹകരിക്കും. ഇപ്പം ആമിച്ചിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് പോവാണ്. അണ്ടാതെ പൈസ വാങ്ങുന്ന കണ്ടില്ലേ, വാങ്ങി ഹാപ്പിയായി. ഇനിയിപ്പോൾ അമ്മച്ചിനെ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, പിന്നെ വേണ്ട അവളെ മൊത്തത്തിൽ സോപ്പിട്ടങ്ങ് എടുക്കും. ഇത് കണ്ട് ചെന്ന് എനിക്കാണ് ഇതുപോലെ അത് തുമ്പേക്ക് നീട്ടി ഇങ്ങനെ വേവ് ചെയ്ത് തിരിച്ചു വിട്ടു. എനിക്കൊന്ന് തൊട്ടുപോലും ഇല്ല ഗൈസ്. എനിക്കൊരു ഉമ്മ പോയിട്ട് കെട്ടിപ്പിടുത്തം പോയിട്ട് എനിക്കൊന്ന് ഷേക്ക് ഹാൻഡ് പോലും തന്നില്ല. ഇത് തമ്മിലുള്ള ഫുട്ബോൾ ഗെയിമാണ്. നല്ല രസമായിരുന്നു. ഇപ്പം ഗോള് കിട്ടിയില്ലെങ്കിൽ മറ്റേ ആനയെ നോക്കി ഈ ആന കൊഞ്ഞണം കുത്തുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അത് സൂം ചെയ്തെടുത്തിരുന്ന ക്ലിപ്പ് ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത് നല്ല രസമായിരുന്നു. പിന്നീട് നമ്മളെ ഈ ആനകളെല്ലാം കൂടെ ഈ പ്രോഗ്രാമിലുണ്ടായിരുന്ന എല്ലാ ആനകളോടും ഒരുമിച്ച് വരുന്നൊരു സീനുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ നിരന്ന് വരും. ഭയങ്കര രസമാണ്. ഇതുങ്ങളെല്ലാം കൂടി ഇങ്ങനെ നിരന്ന് ഭയങ്കര ഡിസിപ്ലിൻഡായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സ്കൂൾ അസംബ്ലിക്ക് കൊണ്ടുവരില്ല, അതുപോലെ കൊണ്ടുവരുന്നത് കാണാൻ. കുട്ടിയാന തൊട്ട് വലിയ ആനകൾ വരെയുണ്ട്. കണ്ടോ, കൈയൊക്കെ ചേർത്ത് പിടിച്ച് വരുന്ന പോലെ ഒരു തുമ്പിക്കണ്ട് മറ്റേൻ്റെ വാലിൽ ഇങ്ങനെ കൊരുത്ത് പിടിച്ച് ലൈനായിട്ടാണ് വരുന്നത്. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ.
ഇത് നമ്മൾ പട്ടായയിലേക്ക് പോകുന്ന ആ ഒരു ക്ലിപ്പാണ്. പട്ടായയിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളവിടെ ചെന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ. എന്താണ്, സ്കൈ ഡൈവിങ്ങും അണ്ടർ വാട്ടർ ഗെയിംസും ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ പട്ടായയിൽ ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു ദ്വീപിലേക്ക് പോവുകയാണ് ചെയ്യുക. ദ്വീപിലുള്ള ഒരു ബോട്ടിലേക്ക്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ആ ഒരു ബോട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഈ ഒരു ബോട്ടിൽ നിന്ന് നമ്മൾ വേറൊരു ബോട്ടിലേക്ക് കയറും. അവിടെ നിന്നാണ് പല വഴിക്കായിട്ട്, അതായത് വാട്ടർ ഗെയിംസിന് പോകേണ്ടവരെ വേറൊരു ബോട്ടിൽ കയറ്റി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പട്ടായ ബീച്ചിലേക്ക് പോകേണ്ടവർ, സ്കൈ ഡൈവിങ്ങിന് പോകുന്നവർ ആ ബോട്ടിൽ തന്നെ നിന്നിട്ടാണ് സ്കൈ ഡൈവിങ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ ഇതിനൊന്നും വയ്യാത്ത എന്നെപ്പോലുള്ളവരെ അവർ ബോട്ടിൽ കയറ്റി വേറൊരു പട്ടായ ബീച്ചിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇങ്ങനെ കുറേ എന്നുവെച്ചാൽ വേറെ പരിപാടിക്കൊന്നും പറ്റാത്തവർക്ക് പിന്നെന്താ ചെയ്യാൻ പറ്റുക, ബീച്ചിൽ പോയി വെള്ളത്തിൽ കിടന്ന് കളിക്കുക എന്നുള്ളതാണല്ലോ ആകെ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എന്നെയൊക്കെ പോലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ വേറൊരു ബോട്ടിൽ കയറ്റി അവർ പട്ടായ ബീച്ചിൽ കൊണ്ടിറക്കി. പക്ഷെ പറയാതിരിക്കാൻ കേട്ടോ, നല്ല വൃത്തിയുള്ള ബീച്ചാണ്, ഭയങ്കര ഭംഗിയുള്ള ബീച്ച്, നല്ല വെള്ള മണ്ണുള്ള, നല്ല തെളിഞ്ഞ വെള്ളമുള്ള നല്ല സുന്ദര ബീച്ചാണ്. പിന്നെ നമുക്ക് അവിടെയും ഉണ്ട് സൗകര്യങ്ങൾ. നമുക്ക് ബീച്ചിൽ ഇങ്ങനെ പൊരിവെയിലത്ത് നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്നെപ്പോലുള്ള മടിച്ചികളൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ കിടന്ന് ബീച്ചിൻ്റെ ഷോളിൽ ഇങ്ങനെ അവരിങ്ങനെ ഒരു ടെൻറ്റ് പോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്ന് കിടന്നിട്ട് നമുക്കിങ്ങനെ കിടന്ന് കാറ്റ് കൊണ്ട് തണലത്ത് കിടന്ന് ഇങ്ങനെ ബീച്ച് ആസ്വദിക്കാം. അപ്പോൾ എനിക്ക് പറ്റിയത് അതാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ ആ ബോട്ടിൽ കയറി പട്ടായ ബീച്ചിലേക്ക് വന്നു. പട്ടായ ബീച്ചാണിത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ, നല്ല ഭംഗിയുള്ള വെള്ള മണലുള്ള നല്ല വൃത്തിയുള്ള ബീച്ചാണ്. നല്ല വ്യൂ ആണ് ഇവിടെ കാണാൻ. വലിയൊരു വേവ് ഒന്നും അങ്ങനെ ഇല്ല, പക്ഷെ നമുക്ക് സേഫായിട്ട് കളിക്കാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല തോരണം തൂക്കിയത് പോലത്തുള്ള കുടകളൊക്കെ വെച്ചിട്ട് ഇതുപോലെ റെസ്റ്റിംഗ് ചെയർസ് ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ കിടക്കാം ഇതിൽ. ഞാനങ്ങനെ ഒരു ചെയറൊക്കെ കണ്ടുപിടിച്ച് അവിടെ ആയി കഴിക്കും, വെള്ളവും കുടിച്ച് ലേസൊക്കെ തിന്ന് ഞാനവിടെ ഇരുന്നു. ബാക്കി അമ്മച്ചും അമ്മയൊക്കെ ആ വെള്ളത്തിൽ പോയി കിടന്ന് കുളിച്ച് കളിച്ച് രസിക്കുന്നുണ്ടായിരുന്നു. എനിക്കിതിനേക്കൊന്നും വയ്യ. ഞാൻ കുറച്ച് നേരം ആ ബീച്ചിലൊക്കെ പോയി ഇരുന്ന് കണ്ടിട്ട് തിരിച്ച് വന്ന് ഇവിടെ ഇരുന്ന് കിടന്നുറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, എനിക്ക് നല്ല വെയിൽ കൊണ്ടാൽ മൈഗ്രെയിൻ ട്രിഗേർഡ് ആവും. മൈഗ്രെയിൻ ഉള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം വെയിൽ ആ ബീച്ചിൽ പോകാതെ നോക്കിയത്. പിന്നീട് ഞങ്ങൾ അടുത്ത് തായ്ലൻഡിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഉണ്ടോ? അവിടെ നിറയെ കൊറിയൻസും ജാപ്പനീസും അങ്ങനെ നല്ല നല്ല രസമാണ്. നല്ല ഡോൾസ് പോലുള്ള കുറേ ആൾക്കാർ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവരെല്ലാം കാണാൻ. നല്ല ക്യൂട്ടെന്ന് പറയാൻ കണ്ടില്ലേ, ആരോ നല്ല ഇങ്ങനെ പാവക്കുട്ടികൾ നടന്നു വരുന്ന പോലെ നമുക്കിങ്ങനെ തോന്നും. പിന്നെ അവിടെ കണ്ടൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണിത്. അതായത് അവിടെ 2 പേരിങ്ങനെ ഇട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര ലൈവായിട്ടുള്ള പിക്സാണ്. നമുക്കിങ്ങനെ കണ്ടാൽ ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അവിടെ കൂടുതൽ ബുദ്ധിസ്റ്റ് ഉള്ളത് കൊണ്ട് എന്ന് തോന്നുന്നു ബുദ്ധ പെയിൻറ്റിങ്സ് ഒരുപാടുണ്ട്. ഇത് എലിഫൻറ്റിനെ വരയ്ക്കുകയാണ്. ഇതിങ്ങനെ കണ്ട ഭയങ്കര ജീവനുള്ള പെയിൻറ്റിങ്സ് പോലെയാണ്. അവരിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പോയി വീഡിയോ ഒക്കെ എടുക്കാം, നമുക്ക് പോയി അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, ഒരു പ്രശ്നമില്ല. അവരിങ്ങനെ അവരുടെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഒട്ടും ഡിസ്ട്രാക്റ്റഡ് അല്ല. ഞാൻ അടുത്തുനിന്ന് ഇരുന്നിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു പ്രശ്നമില്ല. അവർ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല, അവരവരുടെ കാര്യങ്ങൾ നോക്കുക. ടിപ്പ് കൊടുക്കണം.
ഇതൊക്കെ അവിടെ ചീവീടിനെയും വണ്ടിനെയും ചാണകപ്പുഴുവിനെയും അങ്ങനെ എനിക്ക് അറിയത്തില്ല. എവിടെയൊക്കെ എന്തൊക്കെ ഇൻസെക്ട്സ് ഉണ്ടോ അതിനെല്ലാം വറുത്ത് പൊരിച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ്. തേളൊക്കെ ഉണ്ട്. ഇത് എനിക്ക് ചാണകപ്പുഴുവാണെന്ന് തോന്നുന്നു. നമ്മുടെ ചാണകത്തിലൊക്കെ കിടന്ന് ഞുളയ്ക്കുന്ന പുഴുവില്ലേ, അതിനെപ്പോലെ ഉണ്ട് കണ്ടിട്ട്. മറ്റേത് വെട്ടിലാണ്, ഇത് തേളാണ്. ഇതിനൊക്കെ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളീ കൊഞ്ച്, ഞണ്ട്, കക്കയൊക്കെ തിന്നുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. ഓരോ രാജ്യത്തിനും ഓരോ രീതിയാണല്ലോ. പിന്നെ ഞാൻ കണ്ടൊരു അത്ഭുതം നമ്മുടെ ചക്കപ്പഴം. ഒരു ചക്കപ്പഴത്തിൻ്റെ വില നോക്ക്, 50 ബാത്താണ്. ഒരു ചക്കപ്പഴം അല്ല, ഒരു പ്ലേറ്റ് ചക്കച്ചുളയ്ക്കുള്ള വിലയാണത് 50 ബാത്ത്. പിന്നെ അവിടെ എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു മീറ്റാണ് ക്രൊക്കോഡൈലിൻ്റെ. അതിങ്ങനെ നമ്മുടെ ബാർബിക്യൂ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം. അതും 50 ബാത്താണ് കണ്ടു എഴുതി വെച്ചിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ കമ്പി കുത്തി അതിങ്ങനെ തിന്നുകൊണ്ട് ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ നടക്കാം. മുതലേ തിന്നുകൊണ്ട് ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ അലഞ്ഞ് തിരിയാം ഗൈസ്, അലഞ്ഞ് തിരിയാം. ഈ ഒരു മുതലത്തല വെച്ചിരിക്കുന്നതിന് വറുത്ത് പിടിച്ച് വെച്ചേക്കണമെന്നോ അതോ ഷോയ്ക്ക് വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതിനെങ്ങനെ തൊട്ടാൽ വീണ്ടും ഞാൻ അതിനെടുത്ത് വാങ്ങേണ്ടി വരുമെന്ന് കരുതി പിന്നെ ഞാനൊന്നും ചെയ്തില്ല. ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടന്നു വന്നു. ഇത് മോട്ടിയങ്കിളാണ്, നമ്മളുടെ ഫാമിലി ഫ്രണ്ടാണ്, അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മോട്ടിയങ്കിളിനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? അവിടെ എറണാകുളത്താണ് അങ്കിളുള്ളത്. അപ്പോൾ എറണാകുളത്ത് ആയിരുന്നു തോന്നുന്നു, അങ്കിൾ തഹസിൽദാറോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം എറണാകുളത്തുള്ളവർക്കൊക്കെ ചിലർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് അങ്കിളുടെ വൈഫാണ്. നമ്മൾ നല്ല കമ്പനിയായിരുന്നു. ഞങ്ങൾ മൂന്നുപേരായിരുന്നു അവിടെ ഒരുമിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമിച്ചൊക്കെ ഏതോ വഴിക്കൊക്കെ ഓടിപ്പോയി. അവൾക്ക് ഈ ഷോപ്പിംഗ് ഏരിയയൊക്കെ കണ്ടാൽ പിന്നെ ഒരു പ്രാന്ത് പിടിച്ചവളാണ്, ബാധ കയറിയവളാണ്. പിന്നെ അവൾ ഈ കളിപ്പാട്ടമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിയും. ഞാനാണെങ്കിൽ പിന്നെ ഈ ഒരു ഏരിയ ആയിരിക്കും, അതായത് ഈ ഹാറ്റ്സ് ഉള്ളത്, പിന്നെ ഡ്രസ്സ് ഉള്ളത്, അങ്ങനെയുള്ള ഒരു ഏരിയയിൽ മാത്രമേ ഞാൻ ഇങ്ങനെ നടക്കാറുള്ളൂ. ഷോപ്പിംഗ് ഏരിയാസ് കണ്ട ബാക്കിയുള്ളതിലൊന്നും എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ പെതുക്കെയാണ് സ്ലോ ആവും. ഈ ഡ്രസ്സൊക്കെ തൂങ്ങിക്കിടക്കുന്ന സ്ഥലം കാണുമ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. കണ്ടില്ലേ ഞാൻ അറിയാതെ തന്നെ പെതുക്കെ ആ ഷോപ്പിലേക്ക് ഒന്ന് നിന്ന് പോയി ഇന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് നമ്മുടെ മാംഗോസാണ്. തായ്ലൻഡിൻ്റെ മാംഗോസും തായ്ലൻഡിലെ പഴവും ഒക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാൻ. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, ആ പഴമൊക്കെ ചെറുതാണ്, അത് കാണിക്കാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇപ്പം. ഞാൻ പക്ഷേ ഹോട്ടലിലൊക്കെ വെച്ചത് കഴിക്കാൻ കിട്ടി. നമ്മുടെ നാട്ടിലുള്ള പഴത്തേക്കാട്ടിൽ വളരെ സൈസ് കുറവാണ്, വളരെ ചെറിയ പഴങ്ങളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. അവിടുത്തെ മാങ്ങകളും അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് തോന്നി കഴിക്കാൻ. ഇതൊക്കെ എന്തൊക്കെയാണ് വറുത്ത് പൊരിച്ച് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല ഗൈസ്. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു മുതലയുടെ പല അവയവങ്ങളൊക്കെയാണ് തോന്നുന്നത് വറുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെയാണിത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മുടെ ഈ പാലക്കാട് കുട്ടനാട് പോലൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ നാട്ടിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയാൽ ഒരുപാട് ഫോറിനേഴ്സിനെയൊക്കെ കിട്ടുമല്ലോ, അവരൊക്കെ ഇതുപോലെ വരുമല്ലോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ എന്നൊക്കെ എനിക്ക് തോന്നി. ഈസി ആയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല ഒരു നാച്ചുറലി ഫോം ചെയ്തൊരു സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇതിങ്ങനെ ഒരു ആർട്ടിഫിഷ്യലി മെയ്ഡ് ചെയ്ത ഒരു ലേക്കിലോ വെള്ളത്തിലോ ആണ്ടാണ് ഇവർ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ എന്താ പറയുക, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ ഒരുപാടുള്ളതുപോലെ എനിക്കിപ്പം ഫീൽ ചെയ്തു. നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്കിതുപോലെ എത്രയോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. പക്ഷേ അതുപോലെ ടൂറിസ്റ്റും വരണം, അത് വേറെ കാര്യം. ഇത് നല്ല രസമാണ് ഇവിടുത്തെ. ഇങ്ങനെ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ പോയപ്പോൾ ഇഷ്ടപ്പെട്ടെന്നറിയോ, ഇങ്ങനെ ആളുകളെ ഇങ്ങനെ നോക്കി നടക്കുക. നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ. ഈ പെൺകുട്ടികളെ തന്നെ വായി നോക്കി നടക്കുക എന്ന് പറയുന്നത് ഒരു വേറൊരു വൈബാണല്ലോ. ഇതുപോലുള്ള എന്താ പറയുക, നമ്മൾ ഈ കൊറിയൻ ഡ്രാമാസിലും ജാപ്പനീസ് ഡ്രാമാസിലും ഡ്രാമാസിലും ഒക്കെ കാണുന്ന അവതാരങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. നല്ല ക്യൂട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ക്യൂട്ട് മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പാവക്കുട്ടികളെ പോലെ നടക്കുകയാണ്. ഞാൻ ഫുള്ളി അവരെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്കെല്ലാം ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. അവരിങ്ങനെ എപ്പോഴും ഒരു നീറ്റ്നെസ് എപ്പോഴും ഉണ്ട്. അവരുടെ ഡ്രസ്സിങ്ങിലായാലും അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലായാലും അവരിരുന്ന് കഴിക്കുന്നിടത്തൊക്കെ ആയാലും എപ്പോഴും അവരൊരു നീറ്റ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ട്.
ഇതായിരുന്നു പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. പിന്നീട് നമ്മൾ പോയത് അവിടുത്തെ ക്യാബ്രെ ഡാൻസിന് കാണാൻ വേണ്ടിയിട്ടാണ്. ക്യാബ്രെ ഷോ ആണ്, രാത്രിയിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. പ്രോഗ്രാംസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാൻസും നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റേജ് ഡെക്കറേഷൻസും ഒക്കെയാണ്. ഓരോരോ പാട്ട് കഴിയുമ്പോഴും എല്ലാ നാട്ടിൻ്റെയും ഒരു കൾച്ചർ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ വീഡിയോ അലൗഡ് അല്ല. നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ്. അതെനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഒന്ന് കുറച്ച് ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ പ്ലക്കാർഡ്സ് ഞാൻ കണ്ടത്. അവരിങ്ങനെ ടോർച്ച് പ്ലക്കാർഡ്സിലേക്ക് അടിച്ച് കാണിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ട. അപ്പോൾ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. പിന്നെ എൻ്റെ വേറൊരു വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് വിചിത്രമല്ല, പക്ഷേ നല്ലൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും സുന്ദരികളായ സ്ത്രീകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ എന്ത് ബ്യൂട്ടിഫുൾ ആണ്, അവരൊക്കെ എങ്ങനെയായിരിക്കും ഈ ബോഡിയൊക്കെ ഇങ്ങനെ ഫിറ്റ് ആൻഡ് ഹെൽത്തിയൊക്കെ വെച്ചിരിക്കുന്നത്. അത്ര ഭംഗിയാണ് അവരുടെയൊക്കെ ആ ഒരു ആകാരപടിയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ മതിമറന്ന് നോക്കിയിരുന്നു പോവും. അത്ര ഭംഗിയുള്ള പെൺകുട്ടികളാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മളുടെ ഗൈഡ് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന എല്ലാം പുരുഷന്മാരാണ്, സ്ത്രീകളായിട്ടുള്ള ആരും ഇല്ലെന്ന്. കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലേ, നടന്നു വരുന്നതെല്ലാം പുരുഷന്മാരാണ്. പക്ഷെ നമ്മൾ സ്ത്രീകൾ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള ബോഡി ഷേപ്പും ഒക്കെയാണ് അവർക്കുള്ളത്. അവരെല്ലാം സ്ത്രീകളാവാൻ വേണ്ടിയിട്ട് ഉള്ള ജേർണിയിലുള്ളവരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് എല്ലാവിധ വിഷസും അറിയിക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞു, പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ 5 ദിവസത്തെ തായ്ലൻഡ് ട്രിപ്പ് ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. തിരിച്ചു വന്നു. ഞങ്ങൾ ടൂർ മാക്സ് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് കൊണ്ടുപോയത്. ഒരു ടൂർ പ്രോഗ്രാമായിരുന്നു അവരുടെ. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.